അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം, യോജിപ്പിക്കാം. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പം ഓരോന്നിനോടും യോജിച്ചത് ആ മൂന്നാമത്തെ ഭാഗത്തു നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. 2 ബാങ്ക് സുന്നത്തുണ്ട്. ഇപ്പം 2 ബാങ്ക് സുന്നത്തുണ്ട്. അപ്പം മൂന്നാമത്തെ ഭാഗമൊക്കെ നമുക്ക് വായിച്ചു നോക്കാം. ഒരു സെക്കൻഡ്, മുത്തവസ്വിത്ത്, ജുമുഅക്ക്, മുഅല്ലദ്, ഒരു ദിവസം, കറാഹത്താണ്. അപ്പം 2 ബാങ്ക് സുന്നത്തുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്നതാണ്. ഏതാണ്? ജുമുഅക്ക്. അപ്പം ജുമുഅക്കാണ് 2 ബാങ്ക് സുന്നത്തുള്ളത്. ഇനി രണ്ടാമത്തത്, ഹൈലിൻ്റെ ചുരുങ്ങിയ സമയം, അത് ഒരു ദിവസമാണ്. അപ്പോൾ ആ മൂന്നാമത്തെ ഭാഗത്ത് നിന്നും ഒരു ദിവസം എന്നുള്ളത് എടുത്തിട്ട് എഴുതുക. ഇനി മൂന്നാമത്തെ ചോദ്യം, നിഫാസിൻ്റെ ഏറ്റവും കുറഞ്ഞ സമയം 1 സെക്കൻഡ്. അപ്പം അവിടെ 1 സെക്കൻഡ് എന്നുള്ളതാണ് എടുത്തെഴുതാനുള്ളത്. ഇനി നാലാമത്തത്, നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ, അത് കറാഹത്താണ്. അപ്പോൾ അവിടെ കറാഹത്താണ് എന്നുള്ളത് മൂന്നാമത്തെ ഭാഗത്ത് നിന്നും എടുത്തെഴുതുക. ഇനി അഞ്ചാമത്തത്, നായയിൽ നിന്ന് ജന്മം കൊണ്ടവ, അത് മുഅല്ലദ്. അപ്പം മുഅല്ലദായിട്ടുള്ള നജസിൽപ്പെട്ടതാണ് നായയിൽ നിന്ന് ജന്മം കൊണ്ടവ. അപ്പം അവിടെ മുഅല്ലദ് എന്നുള്ളത് എടുത്തെഴുതുക. ഇനി ആറാമത്തത്, മലം, അതെങ്ങനെയുള്ള നജസാണ്? മുത്തവസ്സിത്താണ്. അപ്പം അവിടെ മുത്തവസ്സിത്ത് എന്നുള്ളത് എടുത്തെഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ ഭാഗം 2 എണ്ണം വീതം എഴുതാം എന്നുള്ളതാണ്. അപ്പം അവിടെ കൊടുത്ത ഓരോ കാര്യങ്ങൾക്കും 2 എണ്ണം വീതം ഉത്തരം എഴുതുക. അപ്പം ഒന്നാമത്തെ ചോദ്യം നോക്കാം. ത്വാഹിറായ വെള്ളം. ത്വാഹിറായ വെള്ളത്തിന് 2 ഉദാഹരണങ്ങൾ എഴുതുക. ഏതൊക്കെയാണ്? കഞ്ഞിവെള്ളം, ഇളനീർ വെള്ളം, പനിനീർ വെള്ളം. അപ്പോൾ അതവിടെ ഏതെങ്കിലും 2 എണ്ണം മാത്രം എടുത്തെഴുതി കൊടുക്കുക. രണ്ടാമത്തത്, ഫർള് ഐൻ. ഫർള് ഐന് ഏതെങ്കിലും 2 ഉദാഹരണം എഴുതുക. ഏതൊക്കെയാണ്? 5 വക്ത് നിസ്കാരം, റമദാനിലെ നോമ്പ്. ഇനി മൂന്നാമത്തത്, ഹലാലിൻ്റെ മറ്റു പേരുകൾ. അപ്പോൾ ഹലാലിൻ്റെ മറ്റു പേരുകൾ ഏതെങ്കിലും 2 എണ്ണം എഴുതുക. ഏതൊക്കെയാണ്? മുബാഹ്, ജായിസ്. മുബാഹ്, ജായിസ്. ഇനി നാലാമത്തത്, സുന്നത്തിൻ്റെ മറ്റു പേരുകൾ. മന്ദൂബ്, തതവ്വുഅ്, നഫ്ല്, മുസ്തഹബ്. അപ്പം ഏതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എടുത്ത് എഴുതി കൊടുക്കുക. ഇനി അഞ്ചാമത്തത്, വുളൂഇൻ്റെ സുന്നത്തുകളാണ്. ഇപ്പോൾ വുളൂഇൻ്റെ സുന്നത്തുകൾ കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ഏതെങ്കിലും 2 എണ്ണം മാത്രം എടുത്തെഴുതുക. ഏതെങ്കിലും 2 എണ്ണം മാത്രമാണ് അവിടെ എഴുതാൻ പറഞ്ഞത്. അപ്പോൾ വുളൂഇൻ്റെ സുന്നത്തുകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? മിസ്വാക്ക് ചെയ്യൽ, ഖിബിലക്ക് മുന്നിടൽ. അപ്പോൾ അതൊക്കെ വുളൂഇൻ്റെ സുന്നത്തുകളാണ് അല്ലേ? പിന്നെ തിങ്ങിയ താടിയുടെ ഉള്ള് കഴുകൽ, ഇതൊക്കെ വുളൂഇൻ്റെ സുന്നത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എഴുതുക. ഇനി മൂന്നാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നുള്ളതാണ്. അപ്പോൾ 4ഓളം കാര്യങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും വ്യക്തമാക്കിയിട്ട് ഉത്തരം എഴുതുക. ഒന്നാമത്തത്, ഫർള് കിഫായ. ഫർള് കിഫായ എന്നാൽ എന്താണ്? അപ്പോൾ അതിൻ്റെ ഉത്തരം, സമൂഹത്തിൽ നിന്ന് ചിലർ ചെയ്താൽ എല്ലാവരും ശിക്ഷയിൽ നിന്നും ഒഴിവാകുന്നതും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്നതുമായിട്ടുള്ള കാര്യത്തിനാണ് എന്ത് പറയുക? ഫർള് കിഫായ എന്ന് പറയാം. അപ്പം തൊട്ടുമേലെ നമ്മൾ ഫർള് ഐന് 2 ഉദാഹരണം എഴുതാനുള്ളത് 5 വക്ത് നിസ്കാരം, റമദാനിലെ നോമ്പ്. അപ്പോൾ അതൊക്കെ ഒരാൾ ചെയ്തില്ലെങ്കിൽ അദ്ദേഹം എന്താവും? കുറ്റക്കാരാവും. അതിനാണ് എന്ത് പറയുക? ഫർള് ഐന്. അപ്പോൾ ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തിൽ ഏതെങ്കിലും ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും ആ ഒരു കുറ്റത്തിൽ നിന്നും ഒഴിവാകും. ആരും ചെയ്തിട്ടില്ലെങ്കിലോ എല്ലാവരും കുറ്റക്കാരാകും. അപ്പം അതിനാണ് എന്ത് പറയുക? ഫർള് കിഫായ എന്ന് പറയുക. ഉദാഹരണം ബാങ്ക്, പിന്നെ മയ്യത്ത് നിസ്കാരം, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി രണ്ടാമത്തത്, തഹൂർ. തഹൂർ എന്ന് പറഞ്ഞാൽ എന്ത്? അതിൻ്റെ ഉത്തരം
സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതും അതിനാണെന്ന് പറയാം തഹൂർ എന്ന് പറയാം. അപ്പോൾ സ്വയം ശുദ്ധി വേണം, പിന്നെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവും വേണം. ഇങ്ങനെയുള്ള കാര്യത്തിനാണ് എന്ത് പറയുക? തഹൂർ എന്ന് പറയുക. ഇനി മൂന്നാമത്തത് മുത്തനജ്ജിസ്. മുത്തനജ്ജിസ് എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരം നജസ് ചേർന്ന കുറഞ്ഞ വെള്ളം, അതിനാണ് എന്ത് പറയുക? മുത്തനജ്ജിസ് എന്ന് പറയുക. നജസ് ചേർന്ന കുറഞ്ഞ വെള്ളം. ഇനി നാലാമത്തത് മുസ്തഅമൽ. മുസ്തഅമൽ എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരം ഫർളായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളം. ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിനാണ് മുസ്തഅമൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നാലാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അപ്പോൾ താഴെ 4ഓളം ചോദ്യങ്ങൾ പൂർത്തിയാക്കാതെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പൂർത്തിയാക്കിയിട്ട് എഴുതണം. അപ്പോൾ ഒന്നാമത്തേത് നോക്കാം. അസ്സിവാക്കു മത്ഹറത്തുൻ ലിൽ ഫമി മർലാത്തുൻ ലി റബ്ബി. അപ്പോൾ അവിടെ മർലാത്തുൻ ലി റബ്ബി എന്നുള്ളതാണ് എഴുതാനുള്ളത്. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം. രണ്ടാമത്തെ ചോദ്യം, വെള്ളം ഇല്ലാത്തതിന് വേണ്ടി ചെയ്ത തയമ്മും വെള്ളം ലഭിക്കൽ കൊണ്ടും ബാത്തിലാകും. അപ്പം കൊണ്ടും ബാത്തിലാകും എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. വെള്ളം ഇല്ലാത്തതിന് വേണ്ടി ചെയ്ത തയമ്മും വെള്ളം ലഭിക്കൽ കൊണ്ടും ബാത്തിലാകും. ഇനി അടുത്തത് മൂന്നാമത്തത്, ഇഖാമത്തിൻ്റെ പദങ്ങൾ 2 എണ്ണം ചേർത്ത് പറയലും സുന്നത്താണ്. അപ്പോൾ 2 എണ്ണം ചേർത്ത് പറയലും സുന്നത്താണ്. ഇനി നാലാമത്തത്, അഖാമഹുല്ലാഹു വ അദാമഹ വ ജഅലനി മിൻ സ്വാലിഹി അഹ്ലിഹ. അപ്പോൾ മിൻ സ്വാലിഹി അഹ്ലിഹ എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. ഖദ് ഖാമത്തി സ്വലാത്ത് എന്ന് കേൾക്കുമ്പോൾ ചെല്ലേണ്ട ഒരു വാക്കാണ് അല്ലേ. ഇനി അഞ്ചാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ചോദ്യം 1, തയമ്മുമിന് എങ്ങനെ നിയ്യത്ത് ചെയ്യാം? തയമ്മുമിന് എങ്ങനെ നിയ്യത്ത് ചെയ്യാം? ഉത്തരം, ഫർള് നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു. അതുപോലെയാണ് തയമ്മുമിന് നിയ്യത്ത് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തത്, അവർക്കാണ് സർവനാശവും എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആർക്കാണത്? അതിൻ്റെ ഉത്തരം, നിസ്കാരം സമയം വിട്ട് പിന്തിക്കുന്നവർക്ക്. നിസ്കാരം സമയം വിട്ട് പിന്തിക്കുന്നവർക്ക് ആണ് എന്ത്? സർവനാശവും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതവിടെ എടുത്തെഴുതി കൊടുക്കുക. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.